ഇവിടെ ഭക്ഷണമായിട്ട് വന്നപ്പോ ആളുകൾ നമ്മളെ കണ്ടിട്ട് ഇങ്ങോട്ട് ഓടി അറ്റാക്ക് ചെയ്യാണ് അല്ലെ, ഓടി വരികയാണ് അടുത്തേക്ക്. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. കുറെ ആളുകൾക്ക് കിട്ടി, കുറെ ആളുകൾക്ക് കിട്ടിയില്ല. എന്തായാലും സന്തോഷം. ഇനിയും നമ്മൾ ഇതേപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അവങ്ങളെല്ലാരും സഹായം നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും ആളുകൾ ഓടി വരികയാണ്. അത് ഭക്ഷണം കിട്ടായിട്ടല്ല, നിലവിൽ അത്ര ക്രൗഡ് ഉണ്ട് ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നിലവിൽ ഓടിക്കാനാണ് ഇവരെ തീരുമാനം. സമരത്തെ അടിച്ചോടിക്കാം. അങ്ങോട്ട് ബീരുക്കളാണ് അടിക്കുക, ബീരുക്കള്. ആൺകുട്ടികൾ അടിക്കൂല. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വിഷയമൊന്നും പുറത്തു പോണില്ല. അതിന് കാരണം ഇവിടുത്തെ അൽഗോരിതം ആഭ്യന്തരമന്ത്രിയുടെ IT ഒക്കെ ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ ഇത് അറിയാൻ പാടില്ല. ഇമാതിരി കാളപൂട്ടിന്റെ കശാപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആളുകൾ അടിച്ചോടിക്കാന്ന് പറയുമ്പോൾ നോക്കാണ് നല്ല മാന്യ രൂപത്തിൽ സമരം ചെയ്യുന്ന ആളുകളാണ്. ഈ വിദ്യാർത്ഥികൾ അടിച്ച് ഈ രാജ്യത്തിന്റെ ഭാവി അടിച്ചൊതുക്കിയിട്ടല്ല ഇന്ത്യക്ക് ഭാവി ഉണ്ടാക്കേണ്ടത്. അത് ഇവർ ആദ്യം അറിയിക്കണം. ഇപ്പൊ ഞങ്ങൾ അത്യാവശ്യം ഫുഡോട്ട് വന്നു. ഏകദേശം ഒരു 300-ൽ പരം റൊട്ടികൾ ഉണ്ടായിരുന്നു നമ്മളെ അടുത്ത്. അതൊക്കെ തീർന്നത് 5-10 മിനിറ്റ് കൊണ്ടാണ് അത് കാലിയായത്. അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥകൾ. അതാണ് നമ്മള് വാർത്ത കൂടി കാണുന്നത് മാത്രമല്ല ഡൽഹി, അത് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ഇവിടെ വരുന്ന മലയാളത്തിൽ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് അവരവരുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുക അല്ലെ. ഒരുപാട് നമ്മളെ കേരളത്തിൽ പെൺകുട്ടികളായാലും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കുക, അതാണ് മെയിൻ ആയിട്ട്. ഓക്കെ എന്നാ ശരി.